വന്ദനം. മുൻവർഷങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഭാരതസങ്കല്പമനുസരിച്ച് ഏറ്റവും പ്രാധാന്യം നൽകുന്ന ഒന്നാണ് കുടുംബം. വിവാഹത്തെ എല്ലാ മതങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. വിവാഹാനന്തരം ഭാര്യാഭർത്താക്കന്മാർ പരസ്പരം സ്നേഹിച്ചും സേവിച്ചും ഉത്തമ ജീവിതം നയിക്കുകയും കുടുംബം പുലർത്തുകയുമാണ് വേണ്ടത്. കുടുംബബന്ധത്തിന്റെ പവിത്രതയും അത് പുലർത്തേണ്ട പ്രാധാന്യവും വിവരിക്കുന്നതാണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങൾ. ഇത്തരത്തിലുള്ള പുരാണ കഥകൾ നമ്മുടെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിന് ബാലഗോകുലത്തിന്റെ പങ്ക് വളരെ വലുതാണ് എന്ന ഉറച്ച ബോധ്യത്തിൽ പതിവ്രതയായ ഒരു ഭാര്യയുടെ കഥ നിങ്ങൾക്ക് മുൻപിൽ കട്ടുവാര്യാസരായി അച്യുതം ബാലഗോകുലം അഭിമാന പുരസ്സരം കാഴ്ചവെക്കുന്നു. അനുഗ്രഹിച്ചാലും. പാതിവൃത്യത്തിന്റെ പവിത്രത. നാരായണ നാരായണ. പ്രണാമം മഹാമുനി. ആഗതനായാലും അശ്വപതി മഹാരാജാവിനു സൗഖ്യം തന്നെയല്ലേ? മഹാമുനെ, ഈശ്വരൻ നമുക്കെല്ലാ സൗഭാഗ്യങ്ങളും നൽകി. എന്നാൽ ഈ ലോകത്തിലെ ഏറ്റവും മഹത്തായ സൗഭാഗ്യമായ സന്താന സൗഭാഗ്യം നമുക്ക് നൽകിയില്ല. അതൊരു ദുഃഖഭാരമായി എന്നിലും പത്നിയിലും നിലകൊള്ളുന്നു. അങ്ങയുടെ ആഗമന ഉദ്ദേശം അറിയിച്ചാലും. വിഷമിക്കേണ്ട മഹാരാജൻ, അങ്ങേക്ക് സന്താന സൗഭാഗ്യത്തിനുള്ള ഒരു ഉപായം നാം ഉപദേശിച്ചു നൽകാം. മാംഗല്യമലയുടെ മുകളിൽ ചെന്ന് അവിടെ കുടികൊള്ളുന്ന സന്താനഭാഗ്യത്തിൻ്റെ ദേവതയായ സാവിത്രീദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് 1001 ആവർത്തി ഗായത്രി മന്ത്രം ഉരുവിടുക. സാവിത്രീദേവി നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതായിരിക്കും. അങ്ങയുടെ ഉപദേശം ഞങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നു മഹാമുനി. ഞങ്ങൾ ഉടനെ തന്നെ മാംഗല്യമലയിലേക്ക് പുറപ്പെടുകയാണ്. നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം അശ്വപതി മഹാരാജാവും അരുന്ധതി ദേവിയും സാവിത്രി ദേവിയെ ഉപാസിക്കുന്നു. സംപ്രീതയായ ദേവി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകുന്നു. താമസിയാതെ മഹാറാണി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുന്നു. രാജഗുരുവിന്റെ നിർദ്ദേശപ്രകാരം അവർ ആ കുഞ്ഞിന് സാവിത്രി എന്ന് നാമകരണം ചെയ്യുന്നു. കുട്ടിക്കാലത്ത് തന്നെ സാവിത്രി നൃത്തത്തിലും സംഗീതത്തിലും ആയോധന കലകളിലും പ്രാവീണ്യം നേടുന്നു. രാജഗുരുവിൽ നിന്നും മാർക്കണ്ഡേയന്റെ കഥ കേട്ട് വളർന്ന സാവിത്രി അതീവ ശിവഭക്തയായിത്തീരുന്നു. സാവിത്രി യൗവനയുക്തയാകുന്നു.
മഹാമന്ത്രി, നമ്മുടെ കുമാരിക്ക് വിവാഹപ്രായം എത്തിയിരിക്കുന്നു. അതിനാൽ അനുയോജ്യനായ വരനെ കണ്ടെത്തി മംഗല്യം നടത്തുന്നതിനുള്ള ഏർപ്പാടുകൾ ചെയ്താലും. പ്രഭു, കുമാരി സാവിത്രിയെ വിവാഹം കഴിക്കുന്നതിന് ഒരു രാജകുമാരന്മാരും തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരു പക്ഷേ കുമാരന്മാർ തയ്യാറായാൽ തന്നെ അവരുടെ മാതാപിതാക്കൾ അതിന് സമ്മതിക്കുകയുമില്ല. എന്ത്? കുമാരന്മാർ തയ്യാറല്ലെന്നോ? എന്താണ് മഹാമന്ത്രി അതിനു കാരണം? സകല കലാവല്ലഭയായ കുമാരിയുടെ കീർത്തി ലോകമെങ്ങും പടർന്നിരിക്കുന്നു. അതിനാൽ കുമാരിയെ വിവാഹം ചെയ്യുവാൻ എല്ലാവർക്കും പേടിയാണ് പ്രഭു. മഹാമന്ത്രി, ഇനി എന്താണൊരു മാർഗം എന്നറിയിച്ചാലും. ഇനി ഒരേയൊരു പോംവഴിയേ ഉള്ളൂ, സ്വയംവരം. ഓഹോ, എന്നാൽ അങ്ങനെ തന്നെയാവട്ടെ. ആഹാ, തക്ക സമയത്ത് തന്നെ കുമാരി എത്തിയല്ലോ. ഇനി അവളുടെ അഭിപ്രായം കൂടി അറിഞ്ഞതിനു ശേഷം തീരുമാനിക്കാം. മകളെ സാവിത്രി, എത്രയും പെട്ടെന്ന് നിന്റെ സ്വയംവരം നടത്തുവാൻ ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. നിനക്കിഷ്ടപ്പെട്ട വരനെ നീ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുക. പിതാവിന്റെ ആഗ്രഹം പോലെ. മഹാമന്ത്രി, നാളെ തന്നെ കുമാരിയെയും കൂട്ടി സ്വയംവരത്തിനായി പുറപ്പെട്ടുകൊള്ളുക. രാജകൊട്ടാരങ്ങൾ മുഴുവൻ സന്ദർശിക്കണം. കുമാരിക്ക് ഇഷ്ടപ്പെട്ട വരനെ കുമാരി തന്നെ തിരഞ്ഞെടുക്കട്ടെ. ആജ്ഞ പോലെ. അശ്വപതി മഹാരാജാവിന്റെ ആജ്ഞപ്രകാരം മന്ത്രിയും കുമാരിയും തോഴിമാരും കൊട്ടാരങ്ങൾ സന്ദർശിക്കുന്നതിനുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ യാത്ര ചെയ്യവേ കാനനമധ്യേ സാവിത്രി അവിചാരിതമായി വിറകുവെട്ടുകാരനായ ഒരു യുവാവിനെ കണ്ടുമുട്ടുന്നു. വീണ്ടും അവരുടെ യാത്ര തുടരുന്നു. ആ സമയം കോസലരാജ്യത്തെ മഹാരാജാവിന്റെ ജന്മദിനാഘോഷങ്ങൾ നടക്കുകയായിരുന്നു. ആഘോഷങ്ങളോടനുബന്ധിച്ച് ഏറ്റവും ബുദ്ധിമാനും പണ്ഡിതനും യോദ്ധാവുമായുള്ള യുവാക്കളെ കണ്ടെത്തുന്നതിനുള്ള മത്സരങ്ങൾ നടക്കുകയായിരുന്നു. ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാവിത്രിയും എത്തിച്ചേരുന്നു. അവിടെ എല്ലാ മത്സരങ്ങളിലും വിജയിച്ച യുവാവ് താൻ വനത്തിൽ വെച്ച് കണ്ട യുവാവാണെന്ന് കുമാരി മനസ്സിലാക്കുന്നു. വീരനായ ആ യോദ്ധാവിൽ കുമാരി അനുരക്തയാകുന്നു. അവർ പരസ്പരം അനുരക്തരാകുന്നു. സാവിത്രി ആ യുവാവിനെ മനസ്സാ വരിക്കുന്നു. കുമാരിയും സംഘവും തിരിച്ച് കൊട്ടാരത്തിലേക്ക് യാത്രയാകുന്നു. വരൂ മകളെ, യാത്രയിലുണ്ടായ കാര്യങ്ങൾ നമ്മെ ധരിപ്പിച്ചാലും. പിതാവേ, ഒരുപാട് രാജകുമാരന്മാരെ ഞാൻ കണ്ടു. അവരിൽ എനിക്ക് അനുയോജ്യനായ ഒരു വരനെയും കണ്ടെത്താനായില്ല. പക്ഷേ കോസല രാജ്യത്തിലേക്കുള്ള യാത്രാമധ്യേ വനത്തിൽ വച്ച് വീരനായ ഒരു യുവാവിനെ ഞാൻ കണ്ടെത്തി. പേര് സത്യവാൻ. അദ്ദേഹത്തെ ഞാൻ മനസ്സാ വരിച്ചു. ആരാണ് ആ യുവാവ്? പ്രഭു, അതൊരു മരം വെട്ടുകാരനാണ്. എന്ത്? എത്രയെത്ര കൊട്ടാരങ്ങൾ സന്ദർശിച്ചു, എന്നിട്ടും കുമാരിക്ക് ഒരു മരം വെട്ടുകാരനെയാണോ സ്വയം വരിക്കാൻ തോന്നിയത്? മകളെ, നീ മാദ്രയിലെ രാജകുമാരിയാണ്. അതിനാൽ ഞങ്ങൾക്കിത് അനുവദിക്കാനാവില്ല. എനിക്ക് അനുയോജ്യനായ ഒരു വരനെ കണ്ടുപിടിക്കുവാനാണ് എന്നെ അങ്ങ് സ്വയംവരത്തിനയച്ചത്. പിതാവിന്റെ ആഗ്രഹം ഞാൻ അനുസരിച്ചു. അതിനാൽ എന്റെ ആഗ്രഹവും അങ്ങ് സാധിച്ചു തരണം. ഒരിക്കലും സാധ്യമല്ല മകളെ. കാരണം ഒരു വിറകുവെട്ടുകാരനെ നിന്റെ ഭർത്താവായി കൊട്ടാരത്തിൽ വാഴിക്കാൻ സാധ്യമല്ല. എന്നോട് ക്ഷമിക്കണം. ഇത് അങ്ങ് അനുവദിച്ചു തരികയില്ലെങ്കിൽ മേലിൽ ഞാൻ മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കില്ല. മകളെ, നീ ഞങ്ങളെ ധർമ്മസങ്കടത്തിലാക്കരുത്. നിന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞങ്ങൾ പോയി സത്യവാനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞ് എത്രയും വേഗം മടങ്ങിയെത്താം. അശ്വപതി മഹാരാജാവും പരിവാരങ്ങളും സത്യവാനെ അന്വേഷിച്ച് യാത്രയായി. അന്വേഷണത്തിനൊടുവിൽ സത്യവാന്റെ ആശ്രമത്തിലെത്തി. താൻ പണ്ട് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി വനത്തിലേക്കയച്ച ദ്യുൽമസേന മഹാരാജാവിന്റെ മകനാണ് സത്യവാൻ എന്ന് അശ്വപതി മഹാരാജാവ് മനസ്സിലാക്കുന്നു. പരസ്പരം മനസ്സിലാക്കിയ അവർ സത്യവാനും സാവിത്രിയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുന്നു. വന്നാലും മഹാമുനെ, കൃത്യസമയത്തു തന്നെയാണ് അങ്ങയുടെ ആഗമനം. നമ്മുടെ മകൾ സാവിത്രിയുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. നാരായണ നാരായണ. മഹാരാജൻ, നാം എല്ലാം അറിഞ്ഞിരിക്കുന്നു. സത്യവാനാണ് വരൻ, അല്ലേ? ഈ വിവാഹം വേണോ അശ്വപതി? ഇത് വേണ്ടെന്ന് വെക്കുവാൻ ഇനിയും സമയം ബാക്കിയുണ്ട്. മഹാമുനെ, അങ്ങെന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത്? സാവിത്രി സത്യവാനെ മനസ്സാ വരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഹാമുനെ, അങ്ങെല്ലാം അറിയുന്നവനാണല്ലോ. എന്താണ് കാര്യമെന്ന്
നമ്മോട് തുറന്നു പറഞ്ഞാലും? എങ്കിൽ നാരദർ ഒരു സത്യം പറയാം. ഈ വിവാഹം കഴിഞ്ഞ് കൃത്യം 1 വർഷം കഴിയുന്ന ദിവസം സാവിത്രിയെ വിവാഹം ചെയ്യുന്ന സത്യവാൻ യമപുരയിലേക്ക് യാത്രയാകും. ഇതാണ് സത്യവാന്റെ ജാതകത്തിൽ കണ്ടത്. ഈശ്വര, ആറ്റുനോറ്റ് കിട്ടിയ പൊന്നുമകൾ വിധവയായി കഴിയുന്നത് കാണുവാനാണോ നമ്മുടെ വിധി? ഇതിനൊരു പരിഹാരവുമില്ലേ മഹർഷേ? സാവിത്രി, 1 വർഷം മാത്രമായുസുള്ള ഈ ദാമ്പത്യം നിനക്ക് വേണ്ടാന്ന് വെച്ചുകൂടെ മകളെ? ഇല്ല മഹർഷി, 1 ദിവസത്തേക്കാൾ വലുതാണല്ലോ 1 വർഷം. അതിനാൽ എനിക്കിതിൽ നിന്നും പിന്മാറാൻ സാധിക്കില്ല. 1 ദിവസമെങ്കിൽ 1 ദിവസം ഞങ്ങൾ ഒരുമിച്ച് കഴിയുവാൻ അനുഗ്രഹിക്കണം. എല്ലാവരുടെയും ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ. പക്ഷേ ഈ സത്യം സത്യവാനോ സത്യവാന്റെ മാതാപിതാക്കൾക്കോ അറിയില്ല. ഇപ്പോൾ ഇതറിയാവുന്നത് എനിക്കും സാവിത്രിക്കും അരുന്ധതിക്കും അശ്വതിക്കും മാത്രമാണ്. സത്യവാൻ ഒരിക്കലും അറിയരുത്. നാരായണ നാരായണ. സാവിത്രിയുടെ ആഗ്രഹപ്രകാരം അശ്വപതി മഹാരാജാവ് സാവിത്രിയെ സത്യവാന് വിവാഹം കഴിച്ചു നൽകുന്നു. വിവാഹശേഷം സാവിത്രി കൊട്ടാരത്തിലെ എല്ലാവിധ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് സത്യവാനോടൊപ്പം ഭർതൃഗൃഹമായ ആശ്രമത്തിലേക്ക് യാത്രയായി. ഭവതിക്കിപ്പോൾ വിഷമം തോന്നുന്നുണ്ടോ? എന്തിനെ? കൊട്ടാരത്തിൽ മഹാറാണിയായി കഴിയേണ്ട കുമാരി ഇവിടെ ഈ കാട്ടിൽ ഈ മരം വെട്ടുകാരനോടൊപ്പം കഴിയേണ്ടി വന്നതിൽ? അങ്ങയോടൊപ്പം കഴിയുന്നതിൽ പരം മറ്റൊരു സുഖം എനിക്ക് ഈ ഭൂമിയിലില്ല. വരൂ പ്രിയേ, നേരം വളരെ വൈകി, നമുക്ക് ശയിക്കാം. അങ്ങുപോയി ശയിച്ചുകൊള്ളൂ. ഭവതി വരുന്നില്ലേ? ക്ഷമിക്കണം നാഥ, എനിക്കൊരു വ്രതമുണ്ട്. എന്തു വ്രതം? അത് നമ്മുടെ വിവാഹം നടക്കുന്നതിനു വേണ്ടി ഞാനെടുത്ത പ്രാർത്ഥനയാണിത്. നമ്മുടെ വിവാഹ ദിവസം മുതൽ 1 വർഷത്തേക്ക് വ്രതമെടുത്തുകൊള്ളാമെന്ന്. ഓഹോ, എങ്കിൽ ഭവതിയുടെ ആഗ്രഹത്തിന് ഞാൻ തടസ്സമാകുന്നില്ല. സാവിത്രി തന്റെ ഭർത്താവിന്റെ ജീവരക്ഷയ്ക്കായി വ്രതാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളുമായി ദിവസങ്ങൾ തള്ളി നീക്കി. അങ്ങനെ വ്രതം അവസാനിക്കുന്നതിന് ഇനി 3 ദിവസങ്ങൾ മാത്രം ബാക്കിയായി. ഭവതിയുടെ വ്രതം തീരാൻ ഇനി 3 ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതോർക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഭയമാകുന്നു നാഥ. കുമാരി എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? സന്തോഷിക്കുകയല്ലേ വേണ്ടത്? ഇനിയുള്ള 3 നാളുകൾ ഞാൻ കഠിന തപസ്സിലായിരിക്കും. എന്തിനാണ് ഈ വ്രതമെന്ന് ഭവതി ഇതുവരെ നമ്മോട് പറഞ്ഞിട്ടില്ല. എന്റെ വ്രതം അവസാനിക്കുന്നതുവരെ അങ്ങ് എന്നോട് ഒന്നും ചോദിക്കരുത്. എന്തായാലും ഇനി 3 ദിവസങ്ങൾ കൂടി മതിയല്ലോ. കുമാരിയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. കുട്ടിക്കാലത്ത് രാജഗുരുവിൽ നിന്നും മാർക്കണ്ഡേയന്റെ കഥ കേട്ട് വളർന്ന സാവിത്രി ഭഗവാൻ പരമേശ്വരനെ പ്രീതിപ്പെടുത്തുന്നതിനു വേണ്ടി കഠിന തപസ്സിൽ ഏർപ്പെടുന്നു. സത്യവാന്റെയും സാവിത്രിയുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇന്ന് 1 വർഷം പൂർത്തിയായിരിക്കുന്നു. ജാതകപ്രകാരം സത്യവാന്റെ ദേഹി യമപുരിയിലേക്ക് യാത്രയാകേണ്ട ദിവസം. ഭവതി ഇതുവരെ കഠിന തപസ്സായിരുന്നില്ലേ? അതിനാൽ വിശ്രമിച്ചുകൊള്ളുക. ഞാൻ വിറക് ശേഖരിക്കുവാൻ വനത്തിലേക്ക് പോകട്ടെ? നാഥ, അങ്ങയോടൊപ്പം ഞാനും വനത്തിലേക്ക് വരുന്നു. അരുത്, കുമാരി വളരെ ക്ഷീണിതയാണ്. വിശ്രമിക്കൂ. അങ്ങയോടൊപ്പമുള്ള സഹവാസം കൊണ്ട് എന്റെ ക്ഷീണമെല്ലാം മാറിക്കൊള്ളും നാഥ. ഓഹോ, എങ്കിൽ അങ്ങനെയാകട്ടെ. വല്ലാത്ത ക്ഷീണം തോന്നുന്നു. സാവിത്രി, വല്ലാത്ത ദാഹം. എനിക്കൊരല്പം ജലം നൽകിയാലും.
അയ്യോ അയ്യോ നാഥ, അങ്ങ് വിശ്രമിക്കൂ. ഞാൻ ഇപ്പോൾ തന്നെ ജലം കൊണ്ടുവരാം. ഈശ്വര, സാവിത്രി, അയ്യോ അയ്യോ, പ്രാണനാഥ, കണ്ണു തുറക്കൂ, എഴുന്നേൽക്കൂ. അയ്യോ ഈശ്വര, രക്ഷിക്കണേ മഹാദേവ. എന്റെ പ്രാർത്ഥനയും കഠിനവ്രതവും വൃഥാവിലായോ? അങ്ങ് എന്നെ കൈവിട്ടുവോ? മഹാത്മാവേ, അങ്ങ് ആരാണ്? എന്റെ പതിയെ രക്ഷിക്കൂ. സാവിത്രി, നീ പതിവ്രതയാണ്, തപശക്തിയുള്ളവളാണ്. അതുകൊണ്ടാണ് നിനക്കെന്നെ കാണുവാൻ കഴിഞ്ഞത്. ഞാൻ യമധർമ്മനാണ്. സത്യവാനെ യമലോകത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് ഞാൻ എത്തിയത്. സാവിത്രി, നീ നമ്മെ പിന്തുടരുകയാണോ? നീ പോയി നിന്റെ പതിയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യൂ. മരണം സംഭവിക്കാത്തവർക്ക് വരാവുന്നിടത്തോളം നീ വന്നു കഴിഞ്ഞു. ഇനി നീ തിരികെ പോകുക. പതിയുടെ ജീവന് കാവൽ നിൽക്കുക എന്നതാണ് ഒരു പതിവ്രതയായ പത്നിയുടെ ധർമ്മം. അതിനാൽ എൻ്റെ പതിയുടെ ജീവൻ ഉപേക്ഷിച്ചു പോകുക ഞാൻ തയ്യാറല്ല ദേവാ. സാവിത്രി, നിന്റെ ഭർതൃസ്നേഹത്തിൽ ഞാൻ സംപ്രീതനാണ്. സത്യവാന്റെ ജീവനൊഴിച്ച് വേറെ എന്തും നിനക്കെന്നോട് ചോദിക്കാം. നാം അത് സാധിച്ചു തരുന്നതാണ്. ദേവാ, എൻ്റെ പതിയുടെ അന്ധനായ പിതാവിന് കാഴ്ച ലഭിക്കുവാൻ അങ്ങ് അനുഗ്രഹിക്കണം. ശരി, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ കാഴ്ച ലഭിക്കുന്നതായിരിക്കും. സാവിത്രി, നീ വീണ്ടും നമ്മെ പിന്തുടരുകയാണോ? പതിയെ പിന്തുടരുക എന്നത് ഒരു പത്നിയുടെ ധർമ്മമല്ലേ? അങ്ങയുടെ സാമീപ്യം ഞാനൊരു അനുഗ്രഹമായി കാണുന്നു. സങ്കടങ്ങൾ ഒഴിവാക്കുവാൻ നല്ലവരോടുള്ള സമ്പർക്കം അനിവാര്യമാണ്. സാവിത്രി, നീ സത്യം കണ്ടെത്തി. നിന്റെ ഭർത്താവിന്റെ ജീവനൊഴിച്ച് എന്തു വരവും നിനക്കെന്നോട് ചോദിക്കാം. എങ്കിൽ എൻ്റെ പതിയുടെ പിതാവിന് നഷ്ടമായ രാജ്യം തിരികെ നൽകുവാൻ അനുഗ്രഹിക്കണം ദേവാ. ദുൽമസേന മഹാരാജാവിന് അദ്ദേഹത്തിന്റെ രാജ്യം തിരികെ ലഭിക്കും. ഇനി നീ മടങ്ങിപ്പോയാലും. കുമാരി, ഇവിടെ വിണ്ണും മണ്ണും വേർപെടുകയാണ്. ഇനി നിനക്ക് വരുവാൻ സാധ്യമല്ല. ദേവാ, അങ്ങ് യമനല്ലേ? അതായത് ഇരട്ട പിറന്നവൻ. യമനം ചെയ്യുന്നവനല്ലേ? നിയന്ത്രിക്കുന്നവൻ, യമിക്കുന്നവനല്ലേ? അതായത് ഇണ ചേർക്കുന്നവൻ. ദാനവും നിർദ്രോഹവുമല്ലേ അങ്ങയുടെ ധർമ്മം? ഞങ്ങളെ പിരിക്കുന്നത് ധർമ്മമാണോ ദേവാ? സാവിത്രി, വെട്ടും തിരുത്തുമില്ലാത്ത മനുഷ്യന്റെ പ്രവൃത്തിയും ആയുസ്സും രേഖപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് അഗ്രസന്ധാനി. നിന്റെ പരിശുദ്ധിയിൽ നാം സന്തുഷ്ടനാണ്. നിന്റെ ഭർത്താവിന്റെ ജീവനൊഴിച്ചുള്ള
ഒരു വരം കൂടി നിനക്ക് നമ്മോട് ആവശ്യപ്പെടാം. ദേവ, മാതൃയുടെ പിന്തുടർച്ചയ്ക്കായി എൻ്റെ മാതാപിതാക്കൾക്ക് ഒരു പുത്രൻ ജനിക്കണം. നിന്റെ ആഗ്രഹം പോലെ അതും സംഭവിക്കട്ടെ. ഇനിയെങ്കിലും നീ തിരിച്ചു പോകൂ. വരാൻ പാടില്ലാത്ത വഴികളിലൂടെ നീ വീണ്ടും അനേക ദൂരം പിന്നിട്ട് കഴിഞ്ഞു. ദേവ, ഞാൻ ഒരിക്കലും ദൂരത്തല്ല. കാരണം പതി കൂടെ ഉണ്ടെങ്കിൽ ഒരു പത്നിയും ദൂരെയാവില്ല. അങ്ങയുടെ പിതാവായ സൂര്യദേവൻ എല്ലാവരിലും ഒരുപോലെ ധർമ്മം ചെയ്യുന്നത് പോലെ അങ്ങും ധർമ്മം ചെയ്യുന്നവനല്ലേ? അതിനാലാണല്ലോ അങ്ങയെ യമധർമ്മൻ എന്ന് വിളിക്കുന്നത്. സത്യം, നീ മാത്രം ആ ധർമ്മം അടുത്തെറിഞ്ഞു. എനിക്ക് സന്തോഷമായി. 4ാമത് ഒരു വരം കൂടി നിനക്ക് നാം നൽകാം. ഇതുവരെ നീ മറ്റുള്ളവർക്ക് വേണ്ടി ചോദിച്ചു. ഇനി നീ നിനക്ക് വേണ്ടി ചോദിച്ചാലും, പക്ഷേ സത്യവാന്റെ ജീവൻ ഒഴിച്ച്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് എൻ്റെയും സത്യവാന്റെയും വംശം നിലനിൽക്കുവാൻ, ബലവാന്മാരായ പുത്രന്മാർ ജനിക്കുവാൻ അനുഗ്രഹിച്ചാലും. നിന്റെ ആഗ്രഹം സഫലമാകട്ടെ. ഇനി നീ മടങ്ങിയാലും. ഇനിയും എന്തിനാണ് നീ പിന്തുടരുന്നത്? ഭഗവാനെ, അങ്ങയുടെ വാക്കുകൾ അസത്യമാകുകയില്ലല്ലോ. ഇല്ല. അങ്ങ് ധർമ്മത്തിൽ നിന്നും പിൻവലിക്കുകയുമില്ലല്ലോ. ഒരിക്കലുമില്ല. എങ്കിൽ എനിക്ക് ഒരു വരം കൂടി അങ്ങ് നൽകണം. ചോദിക്കൂ വത്സേ. അങ്ങയുടെ വാക്കുകൾ സത്യമായി തീരുവാൻ, എന്റെയും സത്യവാന്റെയും വംശം നിലനിൽക്കുവാൻ, സത്യവാന്റെ ജീവൻ തിരികെ നൽകണം ദേവ. അങ്ങ് നൽകിയ വരം തിരിച്ചെടുക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പരിശുദ്ധയും കന്യകയുമാണ്. എന്റെയും സത്യവാന്റെയും വംശം നിലനിർത്താൻ സത്യവാന്റെ ജീവൻ അങ്ങ് കൊണ്ടുപോയാൽ പതിവ്രതയായ എനിക്ക് അത് എങ്ങനെ സാധിക്കും? സാവിത്രി, നീ സമർത്ഥയാണ്. സ്ത്രീധർമ്മത്തിന് കളങ്കമേൽപ്പിക്കാത്തവളാണ്. നിന്റെ വിശുദ്ധമായ സ്ത്രീധർമ്മത്തിന് മുൻപിൽ ഈശ്വരന്മാർ പോലും നിസ്സഹായരാണ്. ഞാനിതാ സത്യവാന്റെ ജീവൻ തിരികെ നൽകുന്നു. ദീർഘസുമംഗലീഭവ. സാവിത്രി, ക്ഷീണം കൊണ്ട് ഞാൻ കഠിനമായി ഉറങ്ങിപ്പോയി. അത് സാരമില്ല നാഥ, സമയം വളരെ വൈകി. നമുക്ക് തിരികെ പോകാം. മകനെ, എന്റെ കാഴ്ചയും രാജ്യവും തിരികെ ലഭിച്ചിരിക്കുന്നു. മകളെ സാവിത്രി, അമ്മേ, അപ്പോൾ നാരദ മഹർഷി പറഞ്ഞത്? നാരായണ നാരായണ. നാരദർ പറഞ്ഞത് സംഭവിച്ചു. സത്യവാൻ മരിക്കുകയും ചെയ്തു. യമരാജാവിന്റെ കയ്യിൽ നിന്നും സത്യവാന്റെ ജീവൻ തിരിച്ചു വാങ്ങിയതും അങ്ങേക്ക് കാഴ്ച ലഭിച്ചതും രാജ്യം തിരികെ ലഭിച്ചതും എല്ലാം സാവിത്രിയുടെ ബുദ്ധിയും തപശക്തിയും പാതിവൃത്യവും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു പതിവ്രത വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല എന്ന് സാവിത്രി തെളിയിച്ചു. സാവിത്രി, നീ വിജയിച്ചു. സ്ത്രീയാണ് മഹത്വം, സ്ത്രീയാണ് പ്രപഞ്ചം, സ്ത്രീയാണ് ശക്തി. മംഗളം ഭവന്തു. അരങ്ങിലും അണിയറയിലും രംഗത്ത് പറശ്ശിനിക്കടവ് മനോജ്, ബിജുകുമാർ, രാഖി സജിത്, വൈഷ്ണവി പി ജെ, പ്രീത സുഭാഷ്, സുജ മനോജ്, വിദ്യാകൃഷ്ണൻ, ദിവ്യ ബിജുകുമാർ, അഭിനവ് എം മാരാർ, വൈഗ കൃഷ്ണൻ, അധർവ് എം മാരാർ, ഹരികൃഷ്ണൻ നായർ, മിഥുന നായർ. ശബ്ദം നൽകിയവർ: പകൽക്കുറി ഉണ്ണികൃഷ്ണൻ, കലാഭാരതി കല്യാണകൃഷ്ണൻ, പറശ്ശിനിക്കടവ് മനോജ്, സുഭാഷ് ഭാസ്കർ, രാഖി സജിത്, സുജ മനോജ്.
അണിയറയിൽ കലാഭാരതി കല്യാണകൃഷ്ണൻ, രാഖി സജിത്ത്, ഇന്ദിര ആനന്ദ്, ദിവ്യ ബിജുകുമാർ, ജയ പി കെ. കഥ കലാഭാരതി കല്യാണകൃഷ്ണൻ. ശബ്ദമിശ്രണവും ചിത്രസംയോജനവും സുഭാഷ് ഭാസ്കർ. തിരക്കഥ, സംഭാഷണം, സംവിധാനം പകൽക്കുറി ഉണ്ണികൃഷ്ണൻ. അവതരണം അച്യുതം ബാലഗോകുലം, കട്ടുവാര്യ സറായി.